ഉടമ്പടി നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരാക്കുമെന്ന്. അങ്ങനെ കർത്താവ് തന്ന വചനം യോഹന്നാൻ ഈ യഥാർത്ഥ ശിഷ്യന്മാർക്ക് ഉള്ള ഗുണം എന്താണ്? അവർക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്ന്. പക്ഷെ അവർക്ക് ഉള്ള ഇഷ്ടം എന്തായിരിക്കും? യഥാർത്ഥ ശിഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരിക്കും, അല്ലേ? അത് ഭയങ്കര രസമാണത്. അവന് അറിയാം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ശിഷ്യന്മാരുമുണ്ട്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കള്ളനാണയങ്ങളുമുണ്ട്. കർത്താവ് പിന്നെ ഇങ്ങനെ വലിയ ഭംഗിയുടെ വാക്ക് പോയി കഴിഞ്ഞാലാണ്, പക്ഷേ പാര നെഞ്ചിക്കയറ്റുന്ന പോലെയുള്ള അനുഭവമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ വരണത്. യഥാർത്ഥത്തിൽ അതായത് എന്ത് ചെയ്യണം? നിലനിൽക്കണം. ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകരുത്. നമ്മുടെ ഈ 99% ആൾക്കാരുടെ പ്രശ്നം എന്താ പറയുക, ഇൻക്ലൂഡിങ് മൈസെൽഫ്. അതായത് ഞാനെങ്ങനെ എന്നെങ്ങനെ ഉയർത്തി പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ഒരേ പാർട്ടി, ഒരേ വള്ളത്തേക്കാണ് ആ പാർട്ടിയല്ലേ. അത് എന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് ഈ വിട്ട് പിടിക്കുമോ. ഈ ആഴ്ച ഭയങ്കര സ്നേഹമാണെങ്കിൽ അടുത്ത ആഴ്ച ഏതെങ്കിലും ഇഷ്യൂ ബേസ്ഡാണ്. നമ്മുടെ സ്പിരിച്വാലിറ്റി ഇഷ്യൂ ബേസ്ഡാണ്. നമ്മളുടെ ഇഷ്ടത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ഉടനെ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് കുറയും. ദൈവസ്നേഹത്തിൻ്റെ വോൾട്ടേജ് കുറയും.